ഹായ് മക്കളെ, നമുക്ക് സ്റ്റഡി വൈബിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 3rd ചാപ്റ്ററാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഫയർ പ്ലാന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കേൾക്കുന്ന ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടി കേൾക്കാൻ പറയുക. കൂടുതൽ പേര് നിങ്ങളിതിലേക്ക് എത്തിച്ചു തരിക. പിന്നെ അതോടൊപ്പം തന്നെ നന്നായിട്ട് പഠിക്കുക, പരീക്ഷ എഴുതുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ ഫയർ പ്ലാന്റ്സ്, ഫസ്റ്റും സെക്കൻഡ് ഫയർ പ്ലാന്റ്സ് നന്നായിട്ട് പഠിച്ചെടുക്കണം. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുക. മോഡൽ എക്സാമിന് നിങ്ങളത് ഒരുപാട് സഹായിക്കുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ ആണത്. ഇനി നമുക്ക് അഗ്രികൾച്ചർ വേഴ്സസ് ഇൻഡസ്ട്രീസ്, പബ്ലിക് സെക്ടർ വേഴ്സസ് പ്രൈവറ്റ് സെക്ടർ, അതായത് കൃഷിയാണോ സ്വകാര്യ മേഖലയാണോ പൊതുമേഖലയാണോ, കൃഷിയാണോ വ്യവസായമാണോ പൊതുമേഖലയാണോ സ്വകാര്യ മേഖലയാണോ എന്ന രണ്ട് തർക്കങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. അത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മൾ ഏത് മേഖല സ്വീകരിക്കണം എന്നുള്ള ഒരു ചെറിയ തർക്കം ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് കൃഷി വേണോ വ്യവസായം വേണോ പൊതുമേഖല വേണോ സ്വകാര്യ മേഖല വേണോ, പബ്ലിക് സെക്ടർ ഓർ പ്രൈവറ്റ് സെക്ടർ, അഗ്രികൾച്ചർ ഓർ ഇൻഡസ്ട്രീസ് എന്നുള്ള ഒരു തർക്കം. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ തർക്കം നമ്മുടെ മുന്നിലേക്ക് വന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ അഗ്രികൾച്ചർ വേഴ്സസ് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ഒരു നോക്കാം. അതായത് ഇന്ത്യ ഒരു ബാക്ക്വേർഡ് കൺട്രിയാണ്, പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്തിന് ഇത് വേണോ എന്ന് പറയുന്നത്, എന്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, വിച്ച് ഷുഡ് ബി ഗിവൺ മോർ ഇമ്പോർട്ടൻസ്, അഗ്രികൾച്ചർ ഓർ ഇൻഡസ്ട്രി, വ്യവസായത്തിനാണോ കൃഷിക്കാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നതൊരു തർക്കമായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഫയർ പ്ലാനൊക്കെ വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫയർ പ്ലാനിൽ അഗ്രികൾച്ചറിന്, കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് രണ്ടാം പദ്ധതിയിൽ നമ്മൾ വ്യവസായ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും കൃഷിയുടെ പ്രാധാന്യം അവിടെ കുറച്ച് കാണുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തർക്കത്തിൻ്റെ അളവ് കൂടുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഗാന്ധിയൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള JC കുമരപ്പ, ഞാൻ ഈ വാക്ക് സ്ട്രെസ് ചെയ്ത് പറയുന്നത് JC കുമരപ്പ എന്നുള്ളതിൻ്റെ AB കോളത്തിൽ ബൈ ചാൻസ് വരാം. അപ്പോൾ JC കുമരപ്പ തന്ന ഇപ്പുറത്ത് ഗാന്ധിയൻ എന്നുള്ളത് തരും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഗാന്ധിയൻ സാമ്പത്തിക വിദഗ്ധനായ ഗാന്ധിയൻ എക്കണോമിസ്റ്റായ JC കുമരപ്പയാണ് പറഞ്ഞത് ഗ്രാമീണ വ്യവസായങ്ങൾക്ക് ഊന്നൽ. കാരണം ഗാന്ധിജി ഗ്രാമത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായിയായ കുമരപ്പയും പറഞ്ഞത് റൂറൽ ഇൻഡസ്ട്രീസിന് പ്രാധാന്യം കൊടുക്കുക, ഗ്രാമീണ വ്യവസായ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അത് രാജ്യത്തെ ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കാർഷിക മേഖലയാണ് സഹായിക്കുക എന്നതൊരു ഉത്തരമായിരുന്നു അവർ കൊണ്ടുവന്നിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതേസമയം അഗ്രികൾച്ചർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കൃഷി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, രാജ്യം വികസിക്കണമെങ്കിൽ ഇൻഡസ്ട്രിയൽ മേഖല വേണം, വ്യവസായം വേണം എന്ന് പറയുന്നവരും അതിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന് ഇപ്പോൾ നമ്മൾ ഇനി അതേസമയം നമുക്ക് ഒരു ഉത്തരവുണ്ട്. ഇവരുടെ ഈ തർക്കം കൃഷിയാണോ വലുത് അല്ല വ്യവസായമാണോ വലുത്, നമ്മൾ പുരോഗതിയിലേക്ക് പോകണമെങ്കിൽ കൃഷി പറ്റില്ല വ്യവസായം വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കാർഷിക മേഖല പുരോഗതിയിലേക്ക് പോയാൽ മാത്രമേ വ്യവസായ മേഖല കൊണ്ടുള്ളൂ. അതിനൊരു എക്സാമ്പിൾ, ഇന്ത്യയിലെ എല്ലാ ഇൻഡസ്ട്രീസും ബേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്കറിയാം കോട്ടൺ, ജൂട്ട്, അതായത് പരുത്തി, ചണം, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് കൃഷി ചെയ്താൽ മാത്രമേ തുണി ഉൽപ്പാദനം, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ആവുള്ളൂ. ഇനി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ആയാൽ മാത്രമേ ഇത് കൃഷി ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മളുടെ അഗ്രികൾച്ചർ സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഏത് മേഖല വേണം. ഇപ്പോൾ നമ്മൾ ഷുഗർ ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അവിടെ ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യണം, കരിമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഞ്ചസാര ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയൽ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ കൃഷിയും എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഒരു ടോപ്പിക് വരുന്നത്, അതായത് ലാൻഡ് ലോഡ്സ് ഇനി പബ്ലിക് സെക്ടർ വേഴ്സസ് പ്രൈവറ്റ് സെക്ടർ എന്നുള്ളതാണ്. ഈ രണ്ട് ഹെഡിങ്ങും ചോദിക്കാതിരിക്കാം, എന്തായാലും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പബ്ലിക് സെക്ടർ വേഴ്സസ് പ്രൈവറ്റ് സെക്ടർ എന്നുള്ള കാര്യത്തിൽ നമ്മൾ നോക്കുന്നത്, നമ്മുടെ രാജ്യത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്. പബ്ലിക് സെക്ടർ വേണോ പ്രൈവറ്റ് സെക്ടർ വേണോ, രണ്ടും ഒരുമിച്ച് പോകുന്ന രീതിയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം രണ്ടും ഏതെങ്കിലും ഒന്ന് എന്നുള്ള രീതി നമുക്ക് പറ്റില്ല.
അതായത് പ്രൈവറ്റ് മാത്രം മതി അല്ലെങ്കിൽ പബ്ലിക് മാത്രം മതി എന്നത് നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പബ്ലിക് സെക്ടറിനും പ്രൈവറ്റ് സെക്ടറിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് സ്വീകരിക്കേണ്ടത്. കാരണം ഇന്ത്യയുടെ മനസ്സിൽ അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ മനസ്സിൽ അന്ന് സോവിയറ്റ് യൂണിയനെ പോലെയുള്ള ഒരു എന്താണ് ഇൻഡസ്ട്രിയൽ മേഖലയാണ്. സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് പാറ്റേണിക് സൊസൈറ്റി ആയതുകൊണ്ട് ഇന്ത്യയും അത് തന്നെ ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. പക്ഷേ അന്നത്തെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് അങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റാത്തത് കൊണ്ട് അവരതിന് പ്രാധാന്യം കൊടുത്തില്ല. പകരം പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളൊക്കെ സർക്കാർ തുടങ്ങും, പ്രൈവറ്റ് മേഖലയ്ക്ക് തുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് തുടങ്ങട്ടെ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു മിക്സഡ് ഇക്കോണമി സിസ്റ്റമാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ഭാഗത്തും നമുക്ക് രണ്ടിനും വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രൈവറ്റ് മേഖലയ്ക്ക് അതായത് ഇപ്പോൾ ലൈസൻസ് എടുക്കണം, പെർമിറ്റ് എടുക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ ഇന്ത്യയിലെ വ്യവസായ സ്ഥാപനങ്ങൾ എന്ത് തുടങ്ങണമെങ്കിലും ഡെപ്പോസിറ്റ് ഉണ്ടാവും. അതുപോലെ മെസ്സേജുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൈവറ്റ് മേഖലയിൽ തുടങ്ങണമെങ്കിൽ അത്ര എളുപ്പമല്ല, ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ തീരുമാനിക്കുകയും എളുപ്പമാണോ അല്ലയോ എന്നുള്ളതല്ല, ഒരു ബിസിനസ് തുടങ്ങാം എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അതിന് കുറേയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ, അതായത് പ്രൈവറ്റ് മേഖലയും മിക്സഡ് പബ്ലിക് മേഖലയും ഒരുമിച്ച് കൊണ്ടുവന്ന് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഇന്ത്യ ശ്രദ്ധ ചെലുത്തി. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന സത്യവും കൂടി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതായത് നമുക്ക് അഗ്രികൾച്ചർ മേഖല ബേസിക്കായിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ബേസിക്കായിട്ട് വേണ്ടി വന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് പ്രൈവറ്റ് വേണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് പബ്ലിക് വേണം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്തുകൊണ്ട് വേണം, അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്തുകൊണ്ട് വേണം, ഈ ക്വസ്റ്റിന് നമുക്കൊരു ഉത്തരവുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ രാജ്യം ഇപ്പോൾ അഗ്രികൾച്ചർ മേഖല ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇൻഡസ്ട്രിയൽ മേഖല വേണം, ഇൻഡസ്ട്രിയൽ മേഖല ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അഗ്രികൾച്ചർ വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് ഡാമുകളിൽ വെള്ളം ശേഖരിക്കാൻ പറ്റണം, അതിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റണം. അപ്പോൾ ഇത് രണ്ടും ചെയ്യണമെങ്കിൽ ആരുടെ സഹായം നമുക്ക് ആവശ്യമാണ്? ടെക്നിക്കൽ സോഴ്സസ്, വ്യവസായ മേഖലയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ബക്രാനങ്കൽ, ഹിരാക്കുണ്ട് തുടങ്ങിയ ഡാമുകളൊക്കെ നിർമ്മിക്കാനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഒരു വലിയ ആവശ്യം മുന്നിൽ വന്ന് നിന്നപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും കൊണ്ടുവന്നു. പിന്നെ ഇൻഡസ്ട്രിയൽ മേഖല ഡെവലപ്പായാലും അഗ്രികൾച്ചർ മേഖല ഡെവലപ്പായാലും ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും നമുക്ക് അത്യാവശ്യമായിട്ട് വന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ വികസനത്തിന് ഇത് രണ്ടും ഒരുമിച്ച് നിന്നാലേ സാധിക്കൂ എന്ന അവസ്ഥയിലേക്ക് വന്നു. അതേപോലെ തന്നെ എന്താ പറയുക, രാജ്യത്തിൽ പൊതുമേഖല വേണോ, വ്യവസായ സ്ഥാപനങ്ങൾ, ഇപ്പോൾ വലിയ വലിയ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, ഓയിൽ റിഫൈനറി സെൻറ്റേഴ്സൊക്കെ ആരംഭിച്ചു. അപ്പോൾ അതിനൊക്കെ ടെക്നിക്കൽ മേഖലകൾ നമുക്ക് ആവശ്യമായിട്ട് വന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ ലാൻഡ് റിഫോംസ് എന്ന് പറയുന്ന സംഭവം. ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഭൂമികൾ ഉപയോഗിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിൽ ധാരാളമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ അയാൾ ആ ഭൂമി മുഴുവൻ എന്ത് ചെയ്യണമെന്നൊന്നുമില്ല, ഉപയോഗിക്കണമെന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല ഭൂമിയും തരിച്ചിടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് പകരമായിട്ട് ഓരോരുത്തരുടെ ഈ കൈവശം വെക്കേണ്ട ഭൂമിയുടെ അളവ് വെട്ടിക്കുറയ്ക്കും. ഇനി നമുക്ക് ഒരു ചെറിയൊരു ടോപ്പിക്കുണ്ട്, അത് ബേസിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല, പക്ഷെ ചോദിക്കാം പരീക്ഷയ്ക്ക്. അതുകൊണ്ട് ആ ചോദ്യം എങ്ങനെയായിരിക്കും ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ 1916 കുറേ റവല്യൂഷൻ നടക്കുന്നുണ്ട്. അതായത് ഗ്രീൻ റവല്യൂഷൻ, വൈറ്റ് റവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ റവല്യൂഷൻ നടക്കാൻ ഒരു കോസസ് ഉണ്ട്, പ്രീ കോസസ് ഉണ്ട്. എന്താണ് ആ കാരണങ്ങൾ? അതായത് നമ്മുടെ ഇന്ത്യയിൽ ഹരിത വിപ്ലവവും ധവള വിപ്ലവവും എന്നൊക്കെ നടക്കുന്നതിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യം നമുക്ക് വരുന്നതിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്ന് നമ്മുടെ രാജ്യത്തിൽ ഫുഡ് ക്രൈസിസാണ്. എന്താണ് ഫുഡ് ക്രൈസിസ്? അതായത് 1960 നമ്മുടെ രാജ്യത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ക്ലൈമറ്റിക് വേരിയേഷൻസ്, കാലാവസ്ഥയിലുണ്ടാകുന്ന അപകടങ്ങൾ. അതായത്
വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് മഴയുടെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. കൃഷിയൊക്കെ നശിച്ചു പോകും. ചില സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെ മഴയുടെ അളവ് വളരെ വളരെ കുറവായിരിക്കും. മഴയുടെ അളവ് കുറവായി കഴിഞ്ഞാലും കൃഷി ഉണങ്ങിപ്പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് മഴയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഹെവി റെയിൻഫോൾസ് ആണെങ്കിലും ലോ റെയിൻഫോൾസ് ആണെങ്കിലും അത് അഗ്രികൾച്ചറിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പറഞ്ഞാൽ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ കുഡ് നോട്ട് കീപ് സ്പേസ് ടു ദി പോപ്പുലേഷൻ ഗ്രോത്ത്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് ആവശ്യമായ അളവിൽ ഫുഡ് ഗ്രെയിൻസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരികയും അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഭക്ഷ്യക്ഷാമം ഫുഡ് ക്രൈസിസ് അനുഭവപ്പെടുകയും ചെയ്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളുടെ രാജ്യത്തിലെ ഫുഡ് പ്രൈസസ് കൂടാൻ തുടങ്ങി, റോക്കറ്റ് പോലെ കൂടാൻ തുടങ്ങി. വീറ്റ് മറ്റു സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവ് കുറയാൻ തുടങ്ങി. വീറ്റും റൈസും എല്ലാം ഫുഡ് പ്രോഡക്റ്റുകളുടെ അളവ് കുറയാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പല സ്ഥലത്തും അതിൻ്റെ വില കൂടുന്നു, പക്ഷെ വാങ്ങുന്നതിനനുസരിച്ച് ഉണ്ടാവുന്നില്ല. അത് ഫുഡ് ഷോർട്ടേജ് വരുന്നു. ഇപ്പോൾ ഗവൺമെൻറ്റിന് കൂടുതൽ ആളുകളെ കൊണ്ട്, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഫുഡ് ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക്, ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ആദ്യമൊക്കെ അവർ നമുക്ക് തരാൻ തയ്യാറായെങ്കിലും പിന്നീട് അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞു. അതായത് നമ്മൾ അവരുടെ ഇന്ത്യൻ റുപ്പീസ് അതായത് അമേരിക്കൻ റുപ്പീസ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫുഡ് പ്രോഡക്റ്റ് ഇങ്ങോട്ട് തരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചില ഡിമാൻഡുകളൊക്കെ അവർ വെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് നമ്മൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് സ്ഥലങ്ങളാണെങ്കിലും അതിൽ കൂടുതലായിട്ട് ഉണ്ടാക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ ഈ സമയത്ത് മരണത്തിൻ്റെ അളവ് കൂടുകയും ജനനത്തിൻ്റെ അളവ് കുറയുകയും ഭക്ഷ്യസാധനങ്ങൾ ഭയങ്കര പ്രശ്നമാവുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യ 2 റവല്യൂഷനുകൾ ആരംഭിക്കുന്നത്. ഒന്ന് ഗ്രീൻ റവല്യൂഷനും മറ്റൊന്ന് വൈറ്റ് റവല്യൂഷനും എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും ഷുവർ ക്വസ്റ്റ്യനാണ്. ഒന്നുകിൽ ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് ചോദിക്കും. എന്താണ് വൈറ്റ് റവല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് ചോദിക്കും. വൈറ്റ് റവല്യൂഷൻ പഠിക്കുമ്പോൾ അതിൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് കൂടിയുണ്ട്, അതുകൂടെ പഠിച്ചെടുക്കണം. അതേസമയം നമുക്ക് ഗ്രീൻ റവല്യൂഷൻ ആരംഭിക്കുന്നത് അത് മാത്രം തനിച്ച് വേണമെങ്കിലും ചോദിക്കും. ഗ്രീൻ റവല്യൂഷൻ അത് മാത്രമായിട്ട് തനിച്ച് വേണമെങ്കിലും ചോദിക്കും. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യനാണ്, അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. എന്താണ് ഗ്രീൻ റവല്യൂഷൻ, അതിൻ്റെ മെറിറ്റ്സ് എന്താണെന്നുണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് വൈറ്റ് റവല്യൂഷൻ, അതിൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്താണെന്നും കൂടെ പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഗ്രീൻ റവല്യൂഷൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇറ്റ് വാസ് എയിംഡ് ദ മോഡറൈസിങ് അഗ്രികൾച്ചർ ബൈ യൂട്ടിലൈസിങ് ദി ബെനിഫിറ്റ്സ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അതായത് നമ്മൾ പണ്ടൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ചപ്പും ചവറുകളൊക്കെ ഇട്ട് അതിനെയൊക്കെ മണ്ണിൽ ലയിപ്പിച്ച് ഒരു കമ്പോസ്റ്റ് ഫെർട്ടിലൈസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്തിരുന്നത്. അതായത് ഹരിത വളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയായിരുന്നു പണ്ട് ഉപയോഗിച്ചിരുന്നത്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം വിളവെടുക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയായിരുന്നു. അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് കൂടുതൽ പ്രാവശ്യം 2 തവണയൊക്കെ വിളവെടുക്കുന്ന രീതികൾ കൊണ്ടുവന്നു. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്ന രീതി, പെസ്റ്റിസൈഡ്സ്, രാസവളങ്ങൾ, കീടനാശിനികൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ കൊണ്ടുവന്നിട്ട് കുറച്ച് സ്ഥലത്ത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, ഹൈ ഈൽഡിങ് വെറൈറ്റിങ് സീഡ്സ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നതായിരുന്നു അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ ഉണ്ടായ മാറ്റങ്ങൾ. അതിൻ്റെ ഫലമായിട്ട്, അത് നടത്തിയ ശ്രമഫലമായിട്ട് പാഡിയിലും വീറ്റിലും ഒക്കെ നിറയെ പ്രൊഡക്ഷൻ്റെ അളവ് കൂട്ടിയെടുക്കാനായിട്ട് സാധിച്ചു. അതായത് എക്സ്പെൻസ് കുറച്ചുകൊണ്ട് ഇൻകം കൂട്ടുന്ന രീതിക്കാണ് അവർ പ്രാധാന്യം കൊടുത്തു വന്നത്. അപ്പോൾ ആരാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പറയുന്ന ആളാണ് അഗ്രികൾച്ചർ റവല്യൂഷൻ അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്ന കാർഷിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്, ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ MS സ്വാമിനാഥൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടാക്കാനായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും, നമ്മൾ ആദ്യം അമേരിക്കയിൽ നിന്നൊക്കെ ഇറക്കുമതി വന്നെങ്കിലും നമ്മുടെ സാമ്പത്തിക സ്ഥിതി അവർ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതായത് അമേരിക്കൻ ഡോളർ തരികയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പ്രോഡക്റ്റ് തരാൻ പറ്റുള്ളൂ എന്ന് പറയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വരുമാനം കാർഷിക മേഖല പുരോഗതിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. അങ്ങനെ MS സ്വാമിനാഥൻ്റെ നിർദ്ദേശാനുസരണം ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട്, പെസ്റ്റിസൈഡ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട്, അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിച്ച് എല്ലാ സ്ഥലങ്ങളിലേക്കും ജലസേചന സൗകര്യങ്ങൾ, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട്
അതുപോലെ കർഷകർക്ക് പണത്തിന് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അവരെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് കാർഷിക മേഖല പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു സ്വാമിനാഥൻ്റെ നിർദ്ദേശാനുസരണം. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഹൈ ഈൽഡിങ് സ്വീറ്റ്സിന്, അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് വില കൂടുതലാണ്. രാസവളങ്ങൾക്ക് വിലയുണ്ട്, കീടനാശിനികൾക്ക് വിലയുണ്ട്. പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കണ്ടമൊക്കെ ട്രാക്ടർ ഉപയോഗിച്ച് പൂട്ടിയിരിക്കണം. അപ്പോൾ ഇന്ന് നിങ്ങൾ നിറയെ ട്രാക്ടറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ പണ്ട് നമ്മൾ കാളയും കലപ്പയൊക്കെ ഉപയോഗിച്ച് കന്ന് പൂട്ടിയിരുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിയിട്ട് നമ്മൾ എല്ലാം മെഷീൻ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആയിരുന്നു അഗ്രികൾച്ചർ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ. കാർഷിക മേഖലയിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതികൾ വന്നു. അങ്ങനെ അതിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറ് ഭാഗം, ഈ ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് ഗോതമ്പും നെല്ലും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. ഏറ്റവും കൂടുതൽ മെച്ചം ഉണ്ടായത് ഗോതമ്പിൻ്റെ ഉൽപ്പാദനത്തിലാണ്. അപ്പോൾ അത് കാർഷിക മേഖലയെ വൻ പുരോഗതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും അതിൻ്റെ ഗുണം മറ്റെല്ലാവരിലേക്കും എത്തിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. പക്ഷെ ഇതിന് ചെറിയ പോരായ്മകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും, അതായത് പണമുള്ളവന് ഇതൊക്കെ ചെയ്യാൻ പറ്റും. കാരണം രാസവളം വാങ്ങണമെങ്കിലും, കീടനാശിനികൾ വാങ്ങണമെങ്കിലും, ട്രാക്ടർ ഉപയോഗിച്ച് കണ്ടം പൂട്ടണമെങ്കിലും, അത്യുൽപാദന ശേഷിയുള്ള വിത്ത് വാങ്ങണമെങ്കിലും ഒക്കെ നിറയെ പൈസ വേണം. അപ്പോൾ സർക്കാരും ഒരു തീരുമാനം എടുത്തു, പണമില്ലാത്ത ആൾക്കാരെ കൂടെ ഭാഗമാക്കുന്നതിന് പകരം പണം ഉള്ളവരുടെ അടുത്ത് ഇത്തരം കൃഷിരീതികൾ ചെയ്യാൻ ആവശ്യപ്പെടുകയും അതുവഴി ഉൽപ്പാദനത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് ഇതൊന്നും നേടിയെടുക്കാൻ കഴിയാതെ വന്നു. അതായത് നിറയെ ഭൂമിയുള്ളവനെ ട്രാക്ടർ ഉപയോഗിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അന്ന് പറ്റിയുള്ളൂ. ഭൂമി ഇല്ലാത്തവർക്ക് ഈ സൗകര്യങ്ങളൊന്നും പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1960 പീരിയഡുകളിലാണ്. ഡോക്ടർ M.S. സ്വാമിനാഥനാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിലാണ് ഇമ്പോർട്ടൻ്റ് ഉണ്ടായിട്ടുള്ളത്. വീറ്റാണ് ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ UP. ഓർക്കേണ്ട 4 വൺ വേർഡ് പോയിൻ്റ് ഇതിലെയാണ്. ഗ്രീൻ റവല്യൂഷൻ, അഗ്രികൾച്ചർ സെക്ടറിൽ ഡോക്ടർ M.S. സ്വാമിനാഥൻ, പിന്നെ വീറ്റാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത്രയും ഓർത്ത് വയ്ക്കുക. ഇനി വൈറ്റ് റവല്യൂഷൻ അല്ലെങ്കിൽ ധവള വിപ്ലവം എന്ന് പറയും. എന്ന് വെച്ചാൽ പാലുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് മലയാളത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുണ്ട്. ധവള വിപ്ലവം അല്ലെങ്കിൽ ക്ഷീരവിപ്ലവം എന്ന് പറയും. ക്ഷീരം, പാല് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ധവളം എന്നുള്ളത് വെള്ള നിറത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമുക്ക് ഒരു വാക്ക് അമൂൽ എന്ന് പറയുന്ന പാൽപ്പൊടിയുടെ പരസ്യം എൻ്റെ മക്കൾ കേട്ടിട്ടുണ്ടാവും. അട്ടേർലി ബട്ടേർലി ഡെലീഷ്യസ് എന്ന് പറയുന്ന വാക്കാണ്. അതായത് മൊത്തത്തിൽ പാല്, എന്താ പറയുക, പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളുമെല്ലാം അടിമുടി പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് എന്ന് നമുക്ക് പരസ്യം തരുന്ന ഒന്നാണ് അമൂലിൻ്റെ പരസ്യം. അപ്പോൾ ഇതിന് തുടക്കം കുറിച്ചത് നമ്മുടെ ഇന്ത്യയിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യൻ എന്ന് പറയുന്ന ആളാണ്. അതായത് ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് ആൻഡ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ത്യയിൽ അമൂൽ ഉൽപ്പന്നങ്ങൾ ആരംഭിച്ചത് വർഗീസ് കുര്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന വാക്കിൽ ഉപയോഗിക്കുന്നത്. ഗുജറാത്തിലുള്ള ആനന്ദ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ അമൂൽ ഉൽപ്പന്നങ്ങളുടെ പ്രസ്ഥാനം ആരംഭിച്ചു. 25 ലക്ഷം വരുന്ന പാൽ ഉൽപ്പാദകർ ഈ സൊസൈറ്റിയിൽ അംഗമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ 25 ലക്ഷം പേരുടെ ഫാമിലിയെ ഡെവലപ്പ് ചെയ്യാൻ ഇത് വളരെ സഹായിച്ചു എന്നുള്ളതാണ് സത്യം. അതായത് ഓരോരുത്തരും അത്യാവശ്യം നന്നായിട്ട് പശുക്കളെ വാങ്ങുകയും അവരുടെ പാലുകൾ സൊസൈറ്റിയിൽ കൊടുത്തുകൊണ്ട് അവരുടെ വരുമാനം ഉറപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതുവഴി പാലുൽപാദനം വർദ്ധിച്ചു. പാലും പാലുൽപ്പന്നങ്ങളും ധാരാളമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഓരോ വീടിനെയും സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചു? നമ്മുടെ വർഗീസ് കുര്യൻ്റെ ടീമിന് സാധിക്കുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചു. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഭാഗമായിട്ട്, അതായത് പോവർട്ടി ഇറാഡിക്കേഷനും അതുപോലെ തന്നെ വില്ലേജ് ഡെവലപ്മെൻറ്റുമാണ് ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് 1970 ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞിട്ട്, ചിലപ്പോൾ മക്കളെ ഓപ്പറേഷൻ ഫ്ലഡ് മാത്രം തനിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് സ്പെസിഫൈ ചെയ്ത് പഠിച്ചു തന്നെ വെച്ചോളൂ. വൈറ്റ് റവല്യൂഷൻ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇത് മുഴുവനും എഴുതണം. പക്ഷേ ഓപ്പറേഷൻ ഫ്ലഡ് തനിച്ച് ചോദിച്ചാൽ അതെന്താണെന്ന് എഴുതണം മാർക്കിനനുസരിച്ച്. അതായത് ഇത് ഒരു ഗ്രാമത്തെ ഡെവലപ്പ് ചെയ്യുക, ഗാന്ധിജിയുടെ സ്വപ്നമായ വില്ലേജ് ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഇവിടെയും എയിമായി വരുന്നത്.
മൊത്തമുള്ള പാൽ ഉൽപ്പാദകരുടെ സഹകരണ സംഘങ്ങൾക്കത് പാൽ സൊസൈറ്റികൾക്ക് രൂപം. നമ്മുടെ അവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പാൽ സൊസൈറ്റിയിൽ പോയി പാൽ വാങ്ങണോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആ സഹകരണ സംഘങ്ങൾക്ക് രൂപം നൽകി കഴിയുന്നതും പാലുൽപ്പന്നവും പാലും പാലുൽപ്പന്നങ്ങളുടെയും അളവ് വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ സർക്കാരുമായിട്ട് ഈ പാലുൽപാദകരെ കണക്ട് ചെയ്യുക. ഇടനിലക്കാരൊന്നും ഇല്ലാതെ മുഴുവൻ പൈസയും ആരിലേക്ക് എത്തിക്കുക? പാൽ സൊസൈറ്റിയിൽ നിന്ന് കർഷകർക്ക്, ക്ഷീര കർഷകർക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി ആരംഭിച്ചതാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. അത് കൂടുതൽ പേർക്ക് ജോലി, കാരണം പാലുൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി സൊസൈറ്റി മുഖേന ആളുകളിലേക്ക്, പാല് ഉൽപ്പാദിപ്പിക്കാത്ത ആളുകളിലേക്ക് പാലുകൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളത്, അങ്ങനെ കുറേ പേർക്ക് ജോലി ഉറപ്പാക്കാൻ ഇതിന് സാധിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടും, അതായത് വൈറ്റ് റവല്യൂഷനും ഗ്രീൻ റവല്യൂഷനും നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇനി നമുക്കറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ പാഠത്തിലെ 3 ക്വസ്റ്റ്യൻസ്, അതായത് ഫയർ പ്ലാന്റ്സ് എന്നുള്ളത് കാണാതെ പഠിച്ചു വെച്ചിരിക്കണം, ഗ്രീൻ റവല്യൂഷനും വൈറ്റ് റവല്യൂഷനും കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ബാക്കിയുള്ളത് ഒരു 90% വായിച്ച് പഠിച്ചു വയ്ക്കുക. ബൈ ചാൻസ് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിയണം, അറിയില്ല എന്ന് പറയരുത്. അത് മാത്രമേ ഉള്ളൂ. ഇനി ഒരു കുഞ്ഞ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് നമ്മുടെ ലാൻഡ് റിഫോംസുകൾ, ഇന്ത്യയിൽ ലാൻഡ് റിഫോംസ് ആക്റ്റുകൾ പാസ്സാക്കിയതിൻ്റെ ഗോൾസ് ഓഫ് ദി ലാൻഡ് റിഫോംസ്, ഇന്ത്യയിലെ 4 ലക്ഷ്യങ്ങൾ എന്താണ് ആ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ? 1, ജമീന്ദാരി സമ്പ്രദായം ഇല്ലാതാക്കുക. കാരണം ജന്മിമാരുടെ കയ്യിൽ ഭൂമി വെച്ചിട്ട് അതിനെ പാട്ടത്തിനും കൊടുത്തിട്ട് കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്ന രീതിയുണ്ട്. അത് നികുതി പലപ്പോഴും പറ്റാതെ വരുന്നു. 2, കൃഷിഭൂമികൾ സംയോജിപ്പിക്കുക. 3, ഭൂപരിധി നിർണ്ണയിക്കുക. 4, കുടിയാന് നിയമസംരക്ഷണം ഉറപ്പാക്കുക എന്നതായിരുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട്, അതായത് ജമീന്ദാരി സമ്പ്രദായം ഇല്ലാതാക്കണം, കൃഷിഭൂമികൾ സംയോജിപ്പിക്കണം, ഭൂപരിധി നിയമം നിർണയം നടപ്പിലാക്കണം, അതുപോലെ തന്നെ കുടിയാന നിയമ സംരക്ഷണം നൽകൽ. ഇങ്ങനെ ഈ 4 കാര്യങ്ങളും കൂടി നേടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്ന രീതിയാണ് ഉണ്ടായത്. നിങ്ങൾ ആ 4 പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. പക്ഷേ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫയർ പ്ലാന്റ്സ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫയർ പ്ലാന്റ്സും, അതുപോലെ തന്നെ ഗ്രീൻ റവല്യൂഷനും വൈറ്റ് റവല്യൂഷനും, പിന്നെ ഫയർ പ്ലാന്റ്സിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്, അതായത് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈം മിനിസ്റ്ററായി വരുന്ന വ്യക്തിയാണ്. നേരത്തെ അത് പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നെങ്കിൽ മോദി ഗവൺമെൻറ് വന്ന ശേഷം അത് അറിയപ്പെടുന്നത് നീതി ആയോഗ് എന്നാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, ബൈ. നമുക്ക് ക്ലാസ്സുകൾ അവസാനിപ്പിക്കാൻ സമയമായി. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു. മോഡൽ എക്സാം വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ പോർഷൻ മുഴുവൻ ഒരുമിച്ച് എടുക്കുന്നത്. നന്നായിട്ട് പഠിക്കുക, നിറയെ മാർക്ക് വാങ്ങുക. ഒപ്പം നമ്മുടെ ക്ലാസ് കാണാൻ നിങ്ങളുടെ കൂട്ടുകാരെ കൂടി കൊണ്ടുവരിക. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻ്റ് ഇടുക. ഓക്കെ അല്ലേ?